ഗോപാലേട്ട, ഒന്നും പറയരുതെന്ന് അവള് പറഞ്ഞത്. ആ സത്യവതിയുടെയും മൂർത്തിയുടെയും സംസാരം ഒന്ന് കേൾക്കണമായിരുന്നു ഗോപാലേട്ട. കൃഷ്ണ സംസാരിച്ചോണ്ടാ, അല്ലെങ്കിൽ ചിലപ്പോ അവരാ തെരുവിലിട്ട് തന്നെ പറഞ്ഞ പോലെ അങ്ങ് ചെയ്തേനെ. നിങ്ങൾക്കേ അങ്ങനെ ആരെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ കൂലി ഉറപ്പിച്ച് പറഞ്ഞു കൊണ്ടുവരണം. ഞങ്ങൾ അത് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നേരിട്ടങ്ങ് ചെയ്തിരിക്കും. തീയും പുകയും പൊള്ളലും എല്ലാവർക്കും ഒരുപോലെയാണ് മാഡം. കൂടുതൽ കത്തിക്കാനൊന്നും നിൽക്കരുത്. പൊള്ളലും അതുപോലെ തന്നെ കൂടും. അനിയൻകുഞ്ഞിനെ നന്നായിട്ട് അറിയാലോ. ഒട്ടും കുറവല്ല അനിയൻകുഞ്ഞിന്റെ മോളും. വരട്ടെ അമ്മായി. കുഴപ്പമായല്ലോ മേഡം. അതെ മൂർത്തി, ആമ്പിള്ളേർ ഒരു 4 എണ്ണം ഒരുമിച്ച് ജനിച്ചാൽ പോലും ഇത്രയ്ക്കങ്ങ് സപ്പോർട്ട് ചെയ്യില്ല. അവളെ ഒന്ന് സൂക്ഷിക്കണം. ഒന്നിപ്പോ ഗോപാലമ്മയോട് പറയണ്ട കേട്ടോ സുനന്ദേച്ചി. രണ്ടാളും കൂടി എന്തൊക്കെ വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ടൊന്നും വാങ്ങിയില്ലേ? അന്വേഷിച്ചതൊന്നും അവിടെ കണ്ടില്ല അല്ലേ സുനന്ദേച്ചി? അമ്മ തിരക്കുന്നുണ്ടായിരുന്നു മോളെ. അമ്മേ അമ്മേ അമ്മേ, അമ്മതെവിടെ പോയി? ഗോപാലേട്ട, ഒന്നും പറയരുതെന്ന് അവള് പറഞ്ഞത്. ആ സത്യവതിയുടെയും മൂർത്തിയുടെയും സംസാരം ഒന്ന് കേൾക്കണമായിരുന്നു ഗോപാലേട്ട. കൃഷ്ണ സംസാരിച്ചോണ്ടാ, അല്ലെങ്കിൽ ചിലപ്പോ അവരാ തെരുവിലിട്ട് തന്നെ പറഞ്ഞ പോലെ അങ്ങ് ചെയ്തേനെ. ഗോപാലേട്ട, നമ്മള് കൃഷ്ണയെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? സത്യം പറഞ്ഞ നമ്മൾ ഇപ്പോഴും അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അവളെ അവളുടെ അമ്മയും ഈ ഭൂമിപ്പുറത്ത് വച്ചേക്കില്ലെന്ന് ഒരു കൂട്ടര് പറയുമ്പോ നമുക്കെങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുന്നേ? 2 എണ്ണത്തിനെ കുത്തി കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഒരു തെറ്റും ചെയ്യാതെ ഒരു മനുഷ്യൻ ജയിലിൽ പോയി കിടക്കുക. കോടീശ്വരിയായിട്ട് കഴിയേണ്ട കൃഷ്ണയാ ഇപ്പോഴും ഗോപാലേട്ടന്റെ കൂടെ ലോട്ടറി ടിക്കറ്റും വിറ്റ് തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. എന്നിട്ടാണെങ്കിലും ഒരല്പം കരുണ കാണിക്കുന്നുണ്ടോ അവറ്റകള്? നാളെ നേരം വെളുക്കുന്നതിനുള്ളില് അമ്മയും മോളെയും വീടടക്കം കത്തിച്ചു കളയുന്ന ഭീഷണി. അവരുടെ ആളുകൾ ഇറങ്ങിയാല് നമ്മൾ വാവിട്ട് നിലവിളിച്ച് നോക്കി നിൽക്കണോ? നീ ഒന്ന് അടങ്ങു സുനന്ദേ. നാളെ നേരം വിളിക്കുന്നതിനുള്ളില് തീ കൊണ്ട് കളിക്കുന്നല്ലേ അവര് പറഞ്ഞിരിക്കുന്നേ. അവരല്ല തീ കൊണ്ട് കളിക്കാൻ പോകുന്നത്, നമ്മളാ. ഇങ്ങോട്ട് പേടിപ്പിച്ചാൽ അങ്ങോട്ടും തിരിച്ചു പേടിപ്പിക്കണം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അല്ലാതെ സത്യവതിയുടെ മൂർത്തിയുടെ അടുത്തും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ ചെല്ല്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കൃഷ്ണയുടെയും തങ്കത്തിന്റെയും മേത്ത് ഒരുത്തനും തൊടില്ല. അങ്ങനെ തൊടണമെങ്കില് നമ്മുടെ ചങ്കിലെ ജീവൻ ഇല്ലാതാകണം. എടി, മട്ടും ഭാവമൊക്കെ കണ്ടിട്ടേ ഇവിടുന്ന് അഹങ്കരിച്ചിറങ്ങിപ്പോയോള് തന്നെയാ ആയിരിക്കുന്നേ. അല്ലമ്മേ, സാധാരണ നവീനുമായിട്ട് ഗാഥ വഴക്കിട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് സംശയമുള്ള വേറൊരുത്തി വരുന്നത്. ആ, ഇത്തവണ എന്താ സംഭവിച്ചെന്നറിയില്ല. എന്തായാലും വാ, ദൂരെ നിന്ന് നോക്കുന്നതിൽ നല്ലതേ ഒന്ന് തൊട്ടു നോക്കുന്നതല്ലേ. നീ വാ. എന്താ അമ്മായി, സുഖല്ലേ? സുഖമാണ്. കീർത്തി എന്തേ ആലോചിച്ച് നിൽക്കുന്നേ? അല്ലെങ്കിൽ എപ്പോഴും വാതോരതെ സംസാരിക്കുന്ന ആളാണല്ലോ. അതൊന്നുമില്ല ഗാതെ.
ഇവക്ക് കുഴപ്പമെന്തെങ്കിലും ആണോ അമ്മേ? വിനയം വാരിക്കോരി വെതറുവാണല്ലോ. നീ ഒന്ന് ക്ഷമിക്ക്. മോക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. How dare you? എന്താ നിങ്ങൾ ഈ കാണിച്ചേ? കൾച്ചർലെസ് ഫെലോ. കണ്ണ് കണ്ടൂടേന്ന്. ഓ അതെങ്ങനെയാ? കാണേണ്ടതല്ലോ കാണുന്നേ. കാണാൻ പാടില്ലാത്തത് തന്നെയല്ലേ തെരഞ്ഞെടുക്കുന്ന മുഴുവനും. എന്റെ മുന്നിന്ന് നാശങ്ങള്. കുറച്ച് ചീത്ത കേട്ടാലേ എന്താടി മോളെ? ഇത് ഐറ്റം ഏതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇത് ശരിക്കുള്ള ഗാഥ തന്നെയാമേ. ഗാഥ ശ്രീനിവാസ്. അവളുടെ അഹങ്കാരം കണ്ടാൽ അറിയാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോ വേർതിരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് രണ്ട് ഗാഥമാരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ അത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഇനി നമുക്ക് നോക്കാൻ ഐഡിയ വല്ലതും ഉണ്ടോ? അച്ഛൻ ഇനി തല്ലുകൊള്ളാനുമില്ല, അമ്മ ഇനി ചീത്ത കേൾക്കാനുമില്ല. ഇനി ആ ഐഡിയ കൊണ്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. ശരിയാ. ഇവള് കളരിക്കൽ കുടുംബത്തിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയെങ്കിലും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റൂ. ഞാൻ ചോദിച്ചാൽ നീ എന്താ മറുപടി പറയാത്തെ? സുനന്ദയുടെ കൂടെ പോയവരല്ലോ നീ തിരിച്ചു വന്നേ. പിന്നെ എനിക്ക് എന്താ മാറ്റം? വേറൊരു തലയും കൂടി മുളച്ചു വന്നോ? നീ ഇങ്ങനെ തർക്കോത്തരം പറയുമ്പോ തന്നെ ഉറപ്പാ എന്തോ കാര്യമുണ്ടെന്ന്. കൃഷ്ണേ, മോളിക്കുട്ടി ഇത് എപ്പോ വന്നു? വരുന്ന വഴിയിലെ സുനന്ദ ചേച്ചിയും ദുബായ് മാമനും അവിടെ വഴിയിൽ നിൽക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞാ ഞാനൊന്ന് പേടിച്ചു കേട്ടോ. എന്തിന്? അല്ല, ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന വീടുകളിൽ രണ്ടുപേരൊന്ന് മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട ടെൻഷൻ ആവില്ലേ അമ്മേ? പിന്നെ കാര്യം ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല. കൃഷ്ണേ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.